ഞാനോ? നീ തന്നെ ചെയ്യണം. നിന്റെ കൈകൊണ്ട് ആ കമ്പനിയെ നശിപ്പിക്കുന്നതിന്റെ ചുമതല നീ തന്നെ ഏറ്റെടുക്കണം. വിഷ് യു ഗുഡ് ലക്ക്. എന്താ കൈ വിറയ്ക്കുന്നേ? ബോംബ് ആദ്യമായിട്ടാണ് കയ്യിൽ വെക്കുന്നത് മാം. സാരമില്ല, നിന്റെ കയ്യിൽ വെച്ച് പൊട്ടില്ല. അഭിരാമിന്റെ ഓഫീസിൽ പൊട്ടുന്നത് പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ ബോംബ് ഓഫീസിനകത്ത് ഞാൻ എങ്ങനെ കൊണ്ടുപോയി വെക്കും? എല്ലാം ഞാൻ തന്നെ പറഞ്ഞു തരണോ കാർത്തികേ? നീയൊരു ജീനിയസ് അല്ലേ, ആലോചിച്ച് ചെയ്യ്. ആ ഫാമിലിക്ക് മേൽ നിനക്ക് എന്തുമാത്രം പകയുണ്ടെന്ന് എനിക്കറിയാം. ഇത് പക തീർക്കേണ്ട അവസരമാണ്. ഇത് പാഴാക്കരുത്. ഓക്കെ മാം, നിങ്ങൾ പറഞ്ഞതുപോലെ ചെയ്യാം. ഈ ബോംബ് പൊട്ടി സംസ്കൃതി ഇവന്റ്സിന്റെ ഓഫീസ് തകരണം. ആ ഫാമിലി നടു റോഡിൽ വന്ന് നിൽക്കണം. അതെന്റെ കണ്ണുകൊണ്ട് കാണണം. ഗുഡ്, ഗോ അഹെഡ്. ഇപ്പൊ നമ്മുടെ ചീഫ് ഗസ്റ്റ് ഈ നിലവിളക്ക് കത്തിച്ച് ഈ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്യുന്നതാണ്. ഇപ്പോ അനുവും കീർത്തിയും പ്രാർത്ഥനാ ഗീതം ആലപിക്കുന്നതാണ്. വന്ദേ മാതരം, വന്ദേ മാതരം, സുജലാം സുഫലാം മലയജ ശീതലാം സസ്യശ്യാമലാം മാതരം, വന്ദേ മാതരം, സുബ്രജോഷ്ണ പുളകിതയാമിനീ സുഹാസിനീം സുമധുരഭാഷിണീം സുഖദാം വരദാം മാതരം, വന്ദേ മാതരം. അനു, കീർത്തി നന്നായിട്ട് പാടി കേട്ടോ. ഇരിക്കും. ആനുവൽ ഡേക്ക് എത്തിയിട്ടുള്ള അതിഥികൾക്കും കുട്ടികൾക്കും മാതാപിതാക്കൾക്കും എല്ലാവർക്കും നമസ്കാരം. ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ മത്സരങ്ങൾ ആരംഭിക്കുന്നതാണ്. ടീച്ചർ അതിനെക്കുറിച്ച് സംസാരിച്ചോളൂ. താങ്ക് യു മാഡം. മത്സരങ്ങളിൽ ആദ്യത്തെ മത്സരം ആരംഭിക്കാൻ പോവുകയാണ്. ഈ മത്സരത്തിൽ കുട്ടികളോടൊപ്പം അവരുടെ പാരന്റ്സിനും മത്സരിക്കാവുന്നതാണ്. ഈ ഗെയിം എങ്ങനെയെന്ന് വെച്ചാൽ ഒരു ഭാഗത്ത് കുട്ടികളുണ്ടാവും, മറുഭാഗത്ത് അവരുടെ പാരന്റ്സും ഉണ്ടാവും. ഈ ഭാഗത്തുള്ള കുട്ടികൾ വായിൽ സ്പൂണും വെച്ചുകൊണ്ട് അതിന്റെ മുകളിൽ ലെമണും വെച്ചുകൊണ്ട് മറുഭാഗത്ത് നിൽക്കുന്ന പാരന്റ്സിന്റെ കയ്യിൽ കൊടുക്കണം. അങ്ങനെ പാരന്റ്സ് ലെമണും സ്പൂണുമായിട്ട് മറുഭാഗത്ത് വേഗത്തിൽ വരണം. ഇതിൽ ഏത് പാരന്റ്സ് ആണ് ആദ്യം മുന്നിൽ വരുന്നത് അവരായിരിക്കും ഈ മത്സരത്തിന്റെ വിജയി. സ്പൂണിന്റെ മുകളിൽ ലെമൺ വെച്ച് കൊണ്ടുപോകുമ്പോ അത് താഴെ വീഴുകയാണെങ്കിൽ മറ്റൊരു അവസരവും കൂടെ കൊടുക്കും. പക്ഷേ അവരാദ്യം മുതൽ വീണ്ടും വരേണ്ടി വരും. ചേട്ടാ, ഈ ഗെയിമിൽ ചേട്ടൻ തന്നെ ജയിക്കണം. ഷുവർ അനു. അമ്മയാണ് ചേട്ടനെ ജയിക്കാൻ സഹായിക്കേണ്ടത്. ഉറപ്പായിട്ടും. കിട്ടു, ഈ മത്സരത്തിൽ നമ്മൾ തന്നെ ജയിച്ച് സമ്മാനം വാങ്ങണം. ഓർമ്മ ഉണ്ടാകണം, എല്ലാവർക്കും മുന്നിൽ നീ തന്നെ ഓടിയെത്തണം.
എടാ കിട്ടു, വാ വാ വേഗം വാ. കിട്ടു വേഗം. എടാ സൂക്ഷിച്ച്. ആ ആ. ഏട്ടാ ഫാസ്റ്റ് ഏട്ടാ ഫാസ്റ്റ്. ഗോ ഫാസ്റ്റ് ഏട്ടാ. ആ, വാ 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 നീ. എടാ ആ ഉണ്ണിയെക്കാളും നീ മുന്നിലാണെങ്കിൽ കുഴപ്പമില്ല. പക്ഷെ അവൻ നിന്നെക്കാളും മുന്നോട്ട് പോവാണെങ്കിൽ അവൻ നടക്കുമ്പോ നീ കാല് വെച്ച് വീഴ്ത്തണം. അപ്പൊ അവൻ നിന്റെ പിന്നിലാകും. നിനക്ക് മുന്നിലേക്ക് പോവുകയും ചെയ്യാം. ഉണ്ണി ഏട്ടാ ഉണ്ണി എഴുന്നേക്കുണ്ണി. ഏട്ടാ എഴുന്നേറ്റാ. ആ കിട്ടു, നീ വാ നീ വാ. വാ വാ വേഗം വാ വേഗം വാ ഉണ്ണി. ഏട്ടാ ഫാസ്റ്റ് ഏട്ടാ ഫാസ്റ്റ്. ആ അമ്മേ ഫാസ്റ്റ്. അമ്മേ വേഗം പോ അമ്മേ. ഒന്ന് വേഗം പോ അമ്മേ. അമ്മേ നീ എന്താ ചെയ്യേണ്ടെന്ന് വെച്ചാ, വാസു എങ്ങാനും നിന്നെ മറികടന്ന് മുന്നോട്ട് പോവാണെങ്കിൽ നിന്റെ കയ്യില് പൊട്ടിയ കുപ്പിയുടെ ചില്ലുകൾ കരുതണം. അത് വാസു നടക്കുന്നതിന്റെ മുന്നിലേക്ക് ഇടണം. അത് കാലിൽ കൊള്ളുമ്പോ വാസു അവിടെ നിന്ന് പോകും. നിനക്ക് മുന്നിലെത്താനും പറ്റും. അമ്മേ വെൽ ഡൺ വെൽ ഡൺ. അമ്മേ അമ്മയുടെ കാല് മുറിഞ്ഞിട്ടുണ്ടമ്മേ. എനിക്കൊന്നും പറ്റിയില്ല ഉണ്ണി. ചെറിയ മുറിവേ ഉണ്ടായിട്ടുള്ളൂ. ശ്രദ്ധിച്ച് നടക്കണ്ടേ അമ്മേ. ഒന്നും പറ്റിയില്ലല്ലോ ഉണ്ണി. നമ്മുടെ മത്സരത്തിൽ വിജയിച്ചു. ഈ ഗെയിമിൽ ജയിച്ചത് ഉണ്ണി അവന്റെ അമ്മയും ചേർന്നാണ്. ക്ലാപ്സ് ക്ലാപ്സ്. ഉണ്ണി താഴെ വീണുവെങ്കിലും വസുന്ധര മാഡത്തിന്റെ കാലിൽ മുറിവ് പറ്റിയെങ്കിലും അവര് വിട്ടുകൊടുക്കാതെ മത്സരിച്ച് ജയിച്ചു. കൺഗ്രാറ്റുലേഷൻസ്. ഈ വിജയം അമ്മയ്ക്ക് മോന് അവകാശപ്പെട്ടതാണ്. മറ്റു കുട്ടികളും അവരുടെ പാരന്റ്സും ഉണ്ണിയെ അവന്റെ അമ്മയും മാതൃകയാക്കി എടുക്കേണ്ടതാണ്. ഓക്കെ, ഇനി അടുത്ത ഗെയിമിലേക്ക് പോവാല്ലേ? ഒരു 5 മിനിറ്റ്സിന് ശേഷം രണ്ടാമത്തെ റൗണ്ട് സ്റ്റാർട്ട് ചെയ്യും.
കുറച്ചു നേരം റിലാക്സ് ചെയ്തോളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല തണുത്ത നാരങ്ങ വെള്ളം സെർവ് ചെയ്യാൻ പോവാ. അമ്മേ, അമ്മയുടെ കാലിൽ ഇപ്പോഴും ബ്ലഡ് വരുന്നുണ്ട്. അത് നിന്നോളൂ ഉണ്ണി, ഒന്നും സംഭവിക്കില്ല. എന്താ അമ്മേ ഒന്നുമില്ലെന്ന് പറഞ്ഞേ? വേദന ഉണ്ടാവില്ലേ? ഉണ്ണി, ആ മണ്ണ് കുറച്ചെടുത്ത്. എന്തിനാ അമ്മേ? പറയാം, നീ എടുക്ക്. കണ്ടില്ലേ, ബ്ലഡ് നിന്നത് കണ്ടില്ലേ? എന്തിനാ അമ്മേ മണ്ണ് കുത്തിവെച്ചത്? ഓയിൻമെന്റ് അല്ലേ ഇടുന്നത്? മണ്ണ് ഒരു മെഡിസിൻ ആണ് കീർത്തി. അമ്മ ആവശ്യമില്ലാതെ റിസ്ക് എടുത്തതാ അമ്മേ. പകുതിക്ക് വെച്ച് നിർത്തി വരായിരുന്നില്ലേ? നിന്നെ ഞാൻ തോൽപ്പിക്കണമായിരുന്നു ഉണ്ണി. ഞാൻ വന്നത് നിന്നെ ജയിപ്പിക്കാനായിട്ടാ. അവസാനം നമ്മൾ തന്നെ ജയിച്ചില്ലേ? കിട്ടും മനഃപൂർവ്വമാണമ്മേ ഉണ്ണിച്ചേട്ടനെ തള്ളി താഴെ ഇട്ടത്. ദമയന്തി ആന്റി ജയിക്കാൻ വേണ്ടി മനഃപൂർവ്വം അമ്മയുടെ കാലിന് മുമ്പില് കുപ്പിച്ചില്ലിട്ടിരുന്നു. നീയും ഇവനും കൂടി എന്ത് ചെയ്തിട്ട് എന്താ കാര്യം? അവസാനം അവര് തന്നെ ജയിച്ചല്ലോ, നിങ്ങൾ തോൽക്കുകയും ചെയ്തു. അമ്മയും ഞാനും മാക്സിമം ട്രൈ ചെയ്തതാ മുത്തശ്ശി. അവര് നല്ല വാശിയോടെ കളിച്ചത്. പിടിവാശി കാണിച്ചത് നമ്മളടാ. അവർ ആത്മവിശ്വാസത്തോടെ കളിച്ചേ. പക്ഷേ രണ്ടാമത്തെ റൗണ്ടിൽ നമ്മൾ വേണം ജയിക്കാൻ കുഞ്ഞമ്മേ. രണ്ടാമത്തെ മത്സരം എന്താടാ? അമ്മയും അച്ഛനെയും കുറിച്ച് പ്രസംഗിക്കണം. അപ്പൊ നീ ഉറപ്പായിട്ടും ആ മത്സരത്തിലും തോൽക്കും. അബിയെ പറ്റിയും വസുവിനെ പറ്റിയും ആ ഉണ്ണിച്ചെറുക്കൻ എത്ര നേരം വേണേലും സംസാരിച്ചുകൊണ്ടിരിക്കും. അവന്റെ സംസാരശേഷി ഇല്ലാതാക്കിയാലോ? അവനെന്താ ഊമയാണോ സംസാരിക്കാതിരിക്കാൻ മാത്രം? അല്പസമയത്തേക്ക് അവൻ ഊമയായാലോ? 24 മണിക്കൂർ നാക്കിട്ട് അലക്കുന്നവൻ എങ്ങനെയാടെ ഊമയാവുന്നേ? ഇങ്ങനെ. ഇതെന്താടി? അല്പനേരത്തേക്ക് തൊണ്ട അടയ്ക്കാനുള്ള മരുന്ന്. ഈ പൊടി തൊണ്ടയിലേക്ക് പോകുമ്പോഴേ അല്പസമയത്തേക്ക് സംസാരിക്കാൻ പറ്റാതെ ആവും. ഇതെപ്പോഴാ നീ കൊണ്ടുവന്നേ? സ്പീച്ചിനെ പറ്റി കിട്ടു എന്നോട് വീട്ടിൽ വെച്ചേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാ ഈ പൊടി ഞാൻ സുരക്ഷിതമായി എടുത്തോണ്ട് വന്നത്. ദാ നോക്ക്, ആ പിയൂണിലെ എല്ലാവർക്കും നാരങ്ങ വെള്ളം കൊടുക്കുക. ഈ പൊടി ആ നാരങ്ങ വെള്ളത്തിൽ കലക്കി എങ്ങനെയെങ്കിലും ആ ഉണ്ണിയെ കൊണ്ട് കുടിപ്പിച്ചാലുണ്ടല്ലോ, അവൻ സ്പീച്ച് മത്സരത്തെ വായേ തുറക്കില്ല. അത് നല്ലൊരു ഐഡിയ ആണല്ലോ. നിനക്ക് ബുദ്ധിയുണ്ട്. ഉണ്ണിയുടെ വായടയ്ക്കുന്നതൊക്കെ ശരിയാ, പക്ഷേ ഈ കിട്ടു സ്റ്റേജിൽ പോയി സ്പീച്ച് ചെയ്യണ്ടേ? ഞാൻ പ്രസംഗിക്കും മുത്തശ്ശി. നോട്ട്ബുക്കിൽ ഞാൻ എഴുതി വെച്ച് രാത്രി മുഴുവൻ ഞാൻ കാണാതെ പഠിച്ചു. തുടങ്ങിക്കഴിഞ്ഞാ അവസാനിക്കുന്നത് വരെ ഒഴുകിക്കൊണ്ടേയിരിക്കും. അമ്മയും മോനും ഞാൻ അറിയാതെ നന്നായിട്ട് പ്രിപ്പയർ ചെയ്തിട്ടുണ്ടല്ലോ. ദാ കുഞ്ഞമ്മേ, ഈ പൊടിയെ നിങ്ങൾ ആ നാരങ്ങ വെള്ളത്തിൽ കലക്കി വെക്ക്. ഞാനോ? നിങ്ങൾ തന്നെയാ ചെയ്യേണ്ടത്. ഞാനും കിട്ടുവും കൂടി വസുവിന്റെ അടുത്ത് പോയി സംസാരിച്ചോണ്ടേയിരിക്കും. നിങ്ങൾ ആ പിയൂണിനെ എങ്ങനെയെങ്കിലും പറ്റിച്ച് ഈ പൊടി ആ നാരങ്ങ വെള്ളത്തിൽ കലക്കണം. നിനക്ക് കലക്കി എന്താടി? ഞങ്ങളെ വസു ചേച്ചിയുടെ അടുത്ത് പോയി സംസാരിച്ചിട്ട് നിൽക്കാം. നിങ്ങൾ പൊടി കലക്ക്. ഡാ വാടാ. ഇവിടെ ഇരിക്കുവാണോ വസു ചേച്ചി?